കൊതിയൂറുന്ന നിരവധി വിഭവങ്ങൾ നാട്ടിൽ നിലവിലുണ്ടെങ്കിലും ഓരോ ദിവസവും പുതിയ പുതിയ രുചികൾ തേടുകയാണ് എല്ലാവരും. ഇത് കലൂർ JLN സ്റ്റേഡിയം പരിസരം. സമയം രാത്രി 12 മണി. ഐ ക്യാച്ചിങ് ആയിട്ടുള്ള നീല സിഗ്നേച്ചർ പെയിന്റ് അടിച്ചിട്ടുള്ള ചെറിയ കടയിൽ അപ്പോഴും നല്ല ജനത്തിരക്കാണ്. ഇതാണ് കസർ ലബാൻ. വരൂ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നമസ്കാരം. എപ്പോഴാണ് നിങ്ങൾ ഷോപ്പ് തുടങ്ങിയത്? ഇവിടെ നമ്മൾ ഷോപ്പ് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 1.5 month ആയില്ലേ? എന്താണ് ഈ ഷോപ്പിന്റെ ഒരു സ്പെഷ്യാലിറ്റി? ഇവിടെ ഇതൊരു പേരും നമ്മൾ ടോട്ടലി ബേസ് ചെയ്യുന്നത് ഈജിപ്ഷ്യൻ ഡെസേർട്ടാണ്. നമുക്കിപ്പോൾ നല്ല എന്താ പറയുക, ടോട്ടലി കൊച്ചിയിൽ ഫസ്റ്റ് ടൈം കസർ ലബാനാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഓക്കെ, ഇത് കസർ ലബാൻ എന്ന് പറയുന്ന ഒരു ചെയിനാണോ? അതെ അതെ. ഈ ഷെൽഫിലിരിക്കുന്ന സാധനങ്ങളിലാണോ അതിന്റെ ബേസ്? അതെ അതെ, നമുക്ക് ബേസ് ഓൾറെഡി ഇവിടെ ഉണ്ടാവും. കിച്ചൺ ഉണ്ട്, ആലുവ കിച്ചൺ ഉണ്ട്. അതിന് നമ്മള് കുനാഫ ഫില്ല് ചെയ്യും. ഈ ഫില്ല് ചെയ്യുന്നതാണോ കുനാഫ എന്ന് പറയുന്നത്? ഇതെന്താ സാധനം? അത് നമ്മുടെ സേമിയ പോലെ. ഓക്കെ, എന്നിട്ട് അതില് പിസ്താഷ്യോ ഓർഡർ പിസ്താഷ്യോ നോട്ടിൽ. ഓക്കെ, ഇതില് ഈ മെനുവിലുള്ള സാധനങ്ങള് അതിന് മോസ്റ്റ് മൂന്ന് പിസ്താഷ്യോ നോട്ടല്ലേ. ഈ ഫില്ല് ചെയ്യുന്ന എന്താ? പിസ്താഷ്യോ. ഓക്കെ, സ്പ്രെഡാണ്. ഓക്കെ. അതുപോലെ ന്യൂട്ടെല്ല ആണെങ്കിൽ ന്യൂട്ടെല്ല സ്പ്രെഡ് ചെയ്ത്. പിന്നെ ഐസ്ക്രീമും ഉണ്ടോ അതില്? ഐസ്ക്രീം അവൈലബിൾ അല്ല. ഇപ്പൊ ഇതിലുള്ളത് മിൽക്ക് കേക്കും പിന്നെ ഈ പറഞ്ഞ ടോപ്പിംഗ്സും അല്ലേ? പിന്നെ ഓരോ ഐറ്റത്തിനും ഓരോ ബേസ്. അത് ബേസ് ഒരു റൈസ് പുഡിംഗ്. ഓക്കെ. നമ്മളെ ഫില്ലിങ്സിൽ ബക്ലാവ ക്രിസ്പി ഐറ്റം. ഓക്കെ. പിന്നെ ടോപ്പിംഗ്സിൽ നിങ്ങൾക്ക് ഏതാ സ്പ്രെഡ് വേണ്ടിച്ചാൽ. ഓക്കെ. ഇത് വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? എഗ് വരുന്നുണ്ട്. എഗ് വരുന്നുണ്ട്. ഇതാണ് സലാൻ കാട്ടിയ. 350 രൂപയാണ് വില. ഒരു പോർഷൻ മേടിച്ചാൽ ഒരു 2-3 പേർക്കൊക്കെ കഴിക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് റെസ്പോൺസ് ഒക്കെ ഇവിടുത്തെ? നമുക്ക് അത്യാവശ്യം സെയിൽ വരുന്നുണ്ട്. ശനി ഞായറായിരിക്കും. ഒരു പുതിയ ഡെസർട്ട് എന്നുള്ള രീതിയിൽ ആൾക്കാർ ഇതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ എത്ര ഷോപ്പുണ്ട് ഇവിടെ? 4-5 ഷോപ്പുണ്ട്. അല്ല, ഇവിടെ കൊച്ചിയിൽ എത്ര ഉണ്ട്? 4. ഇവിടെ അല്ലാതെ വേറെ സ്റ്റേഡിയം ലിങ്ക് റോഡ് അല്ലാതെ മാമംഗലം, തോപ്പുംപടി. ഓക്കെ, ഞങ്ങൾ സാധനം കഴിച്ചു. നല്ല രസമുണ്ട്, നല്ല ഒരു പുതിയ ടേസ്റ്റ്. ഓക്കെ. എന്തായാലും വ്യത്യസ്തമായ ഈ ഈജിപ്ഷ്യൻ ഡെസർട്ടിൻ്റെ രുചി ഞങ്ങൾക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കോ? അതിന് കസർ ലബാൻ ഒന്ന് സന്ദർശിക്കുക, ഡെസർട്ട് കഴിക്കുക, അഭിപ്രായം കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ എല്ലാ വ്യൂവേഴ്സിനും ബൈ ബൈ.